ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സുവിശേഷം മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇന്നത്തെ വചനഭാഗം യേശു പറഞ്ഞ ഉപമയാണ്. സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കുവാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥന് സദൃശ്യം. സ്വർഗരാജ്യത്തെ ഒരു വ്യക്തിയാക്കി കണക്കാക്കുകയാണ്. ആ വീട്ടുടമസ്ഥൻ അതിരാവിലെ ജോലിക്കാരെ അന്വേഷിച്ചിറങ്ങുന്നുണ്ട്. അവരോട് ജോലിക്ക് വിളിച്ചിട്ട് ഉറപ്പ് നൽകുന്നത്, ഞാൻ നിങ്ങൾക്ക് 1 ദനാർ നൽകാം. 3-ാം മണിക്കൂറിൽ ഇറങ്ങുമ്പോൾ ജനങ്ങൾ കൂടുന്ന ചന്തസ്ഥലത്ത് കാണുന്ന വ്യക്തികളെ വിളിക്കുന്നുണ്ട്. മറ്റാരും ജോലി കൊടുക്കാത്തവരോട് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ന്യായമായ കൂലി നൽകാമെന്ന്. അവൻ 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും അലസരായിരുന്നവർക്ക് അവൻ തോട്ടത്തിൽ ജോലി നൽകുന്നുണ്ട്. വേതനത്തെപ്പറ്റി യാതൊരു ഉറപ്പും കൊടുക്കുന്നില്ല. 11-ാം മണിക്കൂറിലും അതുപോലെ ജോലിക്കാരെ വിളിക്കുന്നു. എന്നിട്ട് കൂലി കൊടുക്കുന്നത് ഏറ്റവും അവസാനം മുതൽ ഏറ്റവും ആദ്യം വന്നവർക്കാണ്. അതായത് ഒരു വ്യത്യസ്തമായ ചിന്താഗതിയും വ്യത്യസ്തമായ രീതിയിൽ കൂലി കൊടുക്കുന്ന ഒരു വ്യക്തി ഏറ്റവും ആദ്യം വന്നവരാണ് അവനോട് പരാതി പറയുക. പക്ഷേ ഒന്ന് ചിന്തിക്കേണ്ടത്, വീട്ടുടമസ്ഥന്റെ പദ്ധതി അറിയാത്തവരാണ് അവനോട് പരാതി പറയുക. അവന്റെ മനസ്സിൽ ചെയ്തു തീർക്കേണ്ട ജോലിയെ പറ്റിയായിരുന്നു ചിന്ത. അത് എത്ര വ്യക്തികളാണോ ചെയ്യുന്നത്, എത്രമാത്രമാണോ അതിന് കൂലി കൊടുക്കേണ്ടതെന്ന് ആ വീട്ടുടമസ്ഥൻ ചിന്തിച്ചിട്ടില്ല. ഏറ്റവും ആദ്യം വന്ന് ജോലി ചെയ്തവരോടൊപ്പമാണ് പിന്നാലെ വന്നവര് ജോലി ചെയ്തു തുടങ്ങിയത്. അങ്ങനെ ഒരുമിച്ച് ചേർന്ന് ഒരു വലിയ ഭാഗം ജോലി ചെയ്ത് തീർക്കാനായിട്ട് സാധിച്ചു എന്ന വലിയ സന്തോഷത്തെക്കാളും പരസ്പരം തുലനം ചെയ്തുകൊണ്ട് അവർ ഏറ്റവും ആദ്യം വന്നവർ അവരെ തന്നെ നിരാശയിലേക്ക്, വിഷാദത്തിലേക്ക്, വിരോധത്തിലേക്കൊക്കെയാണ് തള്ളിയിടുക. മറിച്ച് ഞങ്ങൾക്ക് ജോലി ലഭിച്ചു, അത് പറഞ്ഞിരുന്നത് പോലെ 1 ദനാർ ലഭിച്ചു, ഞങ്ങളുടെ കൂടെ വന്നവർക്കും ലഭിച്ചു എന്നുള്ള ആനന്ദമോ സംതൃപ്തിയോ അല്ല അവിടെ ഉടലെടുക്കുക. അത് നമ്മൾ തിരിച്ചറിയേണ്ടതൊന്നുണ്ട്. നമ്മുടെ കയ്യിൽ എന്താണോ, എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നുവോ അതിനെ പ്രതി സന്തോഷിക്കുവാൻ, ആനന്ദം കണ്ടെത്തുവാൻ നമ്മൾ ഒരുങ്ങണം, തയ്യാറാകണം. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഓ നിത്യസനാതന സൗന്ദര്യമേ, നിന്നെ അറിയുവാൻ ഞാൻ എത്ര വൈകി. ദൈവപിതാവും ഇതുപോലെ നമ്മളെ അവന്റെ പദ്ധതിക്കനുസരിച്ച് വിളിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നതിനെ പറ്റി മാത്രം ചിന്തിച്ച് നമുക്ക് മുന്നേറാം. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 26-ാം വാക്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നാം പരസ്പരം പ്രകോപിപ്പിക്കുന്നവർ അസൂയപ്പെടുന്നവരും വ്യർത്ഥ അഭിമാനികളും ആകാതിരിക്കട്ടെ എന്ന്. നമ്മളെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട്, നമ്മളെ പറ്റി അഭിമാനിച്ചുകൊണ്ട് കയ്യിലുള്ളതിനെ ഓർത്ത് സന്തോഷത്തോടെ, സംതൃപ്തിയോടെ ജീവിതം നയിക്കുവാൻ നമ്മെ സഹായിക്കണമേ എന്ന് ഈ വചനഭാഗം വായിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവിക പദ്ധതി എന്താണെന്ന് വ്യക്തമായി വെളിപ്പെടുത്തി തരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഇന്നേ ദിവസത്തെ നമുക്ക് വരവേൽക്കാം. എല്ലാവർക്കും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ആമീൻ.